ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. मैं जिस दिन हिंदू मुसलमान करूंगा ना, उस दिन मैं सार्वजनिक जीवन में रहने योग्य नहीं रहूंगा और मैं हिंदू मुसलमान नहीं करूंगा. ये मेरा संकल्प है. താൻ എല്ലാവരെയും തുല്യരായാണ് കാണുന്നതെന്ന് നരേന്ദ്രമോദി. മുസ്ലിങ്ങളുടെ സ്നേഹത്തെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം പറയേണ്ടി വരുന്ന ദിവസം പൊതുജീവിതം അവസാനിപ്പിക്കും. പ്രതികരണം വാരാണസിയിൽ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. മൂന്നാം അംഗത്തിന് നരേന്ദ്രമോദി വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണം കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം. ഡ്രൈവിംഗ് സ്കൂൾ സമരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി സർക്കാർ. സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. ചർച്ച നാളെ 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ. ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്ന വധു. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി. പോലീസിനെതിരെ യുവതി പരാതി നിസ്സാരമായി പരിഗണിച്ചു എന്ന ആക്ഷേപം. ശ്രീധനം പോരായിരുന്നു എന്നൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം. ആളിതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് സ്വർണ്ണപ്പണയ വായ്പാ തട്ടിപ്പിൽ CPM നേതാവിനെതിരെ കേസ്. സഹകരണ സംഘം സെക്രട്ടറി തട്ടിയത് 4,46,00,000 രൂപ. കേസെടുത്ത് പോലീസ്. രതീഷിനെ പുറത്താക്കി CPM. വിമതപക്ഷത്തെ ഒതുക്കാൻ 25 വർഷത്തെ പഞ്ചായത്ത് ഭരണം കൈവിട്ട് CPM. ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയത് കോൺഗ്രസിനെ കൂട്ടുപിടിച്ച്. CPM വിട്ട് സ്ഥാനം നഷ്ടമായ പ്രസിഡന്റും അണികളും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വീണ്ടും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. മുംബൈയിൽ പരസ്യ ബോർഡ് വീണ് അപകടത്തിൽ 14 മരണം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ രാഷ്ട്രീയം പറയേണ്ടി വരുന്ന ദിവസം താൻ പൊതുജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത്. ഇന്നുവരെയും താൻ മുസ്ലിങ്ങളുടെ സ്നേഹത്തെ മാർക്കറ്റ് ചെയ്തിട്ടില്ലെന്നും CNN ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ റുബിക ലിയാഖത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. താൻ എപ്പോഴും സംസാരിക്കുന്നത് പാവപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ചും അവരുടെ ഉന്നമനത്തെക്കുറിച്ചുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുസ്ലിം സമൂഹത്തിനിടയിൽ തന്റെ പ്രതിച്ഛായ നശിപ്പിച്ചത് പ്രതിപക്ഷമാണ്. വാരാണസിയിൽ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രി ന്യൂസ് 18 പ്രത്യേക അഭിമുഖം നൽകിയത്. नाकामयाब रहे हैं कि मोदी मुसलमानों का नहीं है. पहली बात यह है कि ये मुद्दा मुसलमान का नहीं है. इंडिविजुअल मुसलमान कितना ही मोदी के साथ होगा, लेकिन एक निश्चित विचार प्रवाह है जो उनको आदेश करता है कि आप ये करो या आप वो करो. उसके आधार पर वो निर्णय करते हैं. जहाँ तक मोदी का सवाल है, तो मैं स्कूल में, एक तो मेरा जो घर है ना, मेरे अगल बगल में सारे मुस्लिम परिवार हैं. तो हमारे घर में ईद भी मनती थी, हमारे घर में और भी त्यौहार होते थे. मेरे घर में ईद के दिन खुद का खाना नहीं पकता था. सारे मुस्लिम परिवारों से मेरे यहाँ खाना आ जाता था, क्योंकि मेरे परिवार, हम रहते वहीं हैं, मेरा घर वहीं है, मेरे यानी 5 कदम के बाद मुस्लिम परिवार है. जब मुहर्रम निकलता था तो हमारा कंपलसरी होता था कि उससे नीचे से निकलो, जैसे परिक्रमा करते हैं ना मंदिरों, ताजिए के नीचे. हाँ, तो ताजिए के नीचे से निकलो, हमें सिखाया जाता था. तो मैं उस दुनिया से पला बढ़ा.
आज भी मेरे बहुत सारे दोस्त हैं, लेकिन मैं इसका मार्केटिंग नहीं करता हूं। क्यों? मेरा पहले से मंत्र रहा है सबका साथ सबका विकास। मैं वोट बैंक के लिए काम नहीं करता हूं, और जो गलत है वो सब मैं गलत कह के रहूंगा। स्टेज पर आपने मुसलमानों का जब जिक्र किया तो घुसपैठिया, ज्यादा बच्चा पैदा करने वाला, इसकी क्या जरूरत आनी पड़ी थी? मैं हैरान हूं जी, ये किसने आपको कहा कि जब ज्यादा बच्चों की बात होती है तो सिर्फ मुसलमान का नाम जोड़ देते हैं? क्यों मुसलमान के साथ अन्याय करते हैं आप? हमारे यहाँ गरीब परिवारों में भी ये हाल है जी, उनके बच्चों को पढ़ा नहीं पा रहे हैं। किसी भी समाज के हो, गरीबी जहाँ है वहाँ बच्चे भी ज्यादा है। तो आप कह रहे हैं मुसलमान अलग था, ज्यादा बच्चा पैदा करने वाला अलग था? मैंने न हिंदू कहा है न मुसलमान कहा है। मैंने कहा है कि भाई आप उतने बच्चे हो जिसका आप लालन पालन कर सको। सरकार को करना पड़े ऐसी स्थिति मत करो। इस बार मुसलमान आपको वोट देगा? आपको उनके वोट की चाहत है? मैं ये मानता हूं कि मेरे देश के लोग मुझे वोट देंगे। मैं जिस दिन हिंदू मुसलमान करूंगा ना, उस दिन मैं सार्वजनिक जीवन में रहने योग्य नहीं रहूंगा, और मैं हिंदू मुसलमान नहीं करूंगा। ये मेरा संकल्प है। വാരാണസിയിൽ മൂന്നാം ഊഴത്തിനിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠയിൽ ഉണ്ടായിരുന്ന പൂജാരി തുടങ്ങിയവർക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടമായ ജൂൺ 1-നാണ് വാരാണസിയിൽ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാരാണസിയിൽ ഇന്നലെ മോദിയുടെ 5 കിലോമീറ്ററോളം നീണ്ട റോഡ് ഷോ നടന്നിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ആണ് വാരാണസിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. കൊല്ലം പാൽക്കുളങ്ങരയിൽ ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. കല്ലും താഴം തെങ്ങയ്യം റെയിൽവേ ഗേറ്റിന് സമീപം വൈകിട്ടാണ് 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളാണെന്ന് സംശയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി വിനേഷ് കൊട്ടാരക്കര ചേരുന്നു. വിനേഷ്, ഇത് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു ഗേറ്റാണോ? അവിടെ ഏത് സാഹചര്യത്തിലാണ് അപകടം ഉണ്ടാവുക? ഇന്ന് വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്ത് യുവാവിനെയും യുവതിയെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കിളികൊല്ലൂർ പാൽക്കുളങ്ങര തെങ്ങയം റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ ഒരു മൃതശരീരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് നമുക്കൊരു നിഗമനം, പ്രാഥമികമായിട്ടുള്ള നിഗമനം പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മരിച്ച വിദ്യാർത്ഥികളാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. മൃതശരീരങ്ങൾ രണ്ടും ആശുപത്രി മോർച്ചറിയിലേക്ക് സൂക്ഷിപ്പിക്കുകയാണ്. പോലീസിന്റെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഓക്കെ, റൈറ്റ്. സംഭവം കൊല്ലം പാൽക്കുളങ്ങരയിലാണ്. വിനേഷാണ് അവിടെ നിങ്ങൾ വിവരങ്ങൾ പങ്കുവച്ചത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നാളെ വൈകിട്ടാണ് ചർച്ച. മന്ത്രിയുടെ ചേംബറിലേക്ക് മുഴുവൻ തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും ടെസ്റ്റുകൾ മുടങ്ങിയിരുന്നു. CAT ഉൾപ്പെടെയുള്ള സംഘടനകൾ ചർച്ചയിൽ പങ്കെടുക്കും. പന്തീരാങ്കാവിലെ പോലീസുകാർ തന്റെ മൊഴി മുഖവിലക്കെടുത്തില്ല എന്ന് ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടി ന്യൂസ് 18നോട്. നീതി കിട്ടും വരെ പോരാടും. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. 11-ാം തീയതി രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. 1 മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ശ്രീധരൻ പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം. ആളിതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേ ദിവസം തന്നെ രാവിലെ രാഹുലിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പാടില്ല എന്താ സംസാരിച്ചെന്നുള്ളത്. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞത്? അപ്പം നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ഡിസ്കഷനൊക്കെ നമ്മൾ അവിടെ വെച്ച് എൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അടുത്ത് തന്നെ ആക്കിയിട്ട് പുള്ളി ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പോയതാണ് ആള്.
അപ്പോൾ പോയ രാഹുലല്ല പിന്നീട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത്. കണ്ണൊക്കെ അത്യാവശ്യം ഇങ്ങനെ ചുമന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തൊക്കെ കഴിച്ച ഒരു നോർമൽ അല്ല ആള്. അപ്പം ഞാൻ ആദ്യം വിചാരിക്കുന്നത് മദ്യമാണ് കഴിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്ക് സംശയം ഉണ്ട് ആ കാര്യത്തിൽ, മദ്യം ആയിരുന്നോ കഴിച്ചത് എന്ന് വെച്ചാൽ കൂടിയ എന്തോ ഒരു സാധനം കഴിച്ചിട്ടുണ്ട്. കാരണം അതിനുശേഷം നമ്മളൊരു ലോങ് ഡ്രൈവ് നടത്തിയായിരുന്നു കോഴിക്കോട് ബീച്ചിലേക്ക്. ഞാൻ പറഞ്ഞായിരുന്നു എന്തോ കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കിത് വേണോ, ഡ്രൈവ് ചെയ്യണോ? ഇല്ല എനിക്ക് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുള്ളി ഞാൻ പറഞ്ഞത് കേട്ടില്ല. അങ്ങനെ നമ്മൾ ഡ്രൈവ് പോയി. ആ സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഭയങ്കര, അതായത് ബൈക്ക് ഒരു രീതിയിൽ പോലും സ്കിഡായില്ല, ആ ഒരു രീതിയിലാണ് പുള്ളി ബൈക്ക് ഓടിച്ചത്. അപ്പൊ എന്തോ ഒരു മദ്യമല്ല, വേറെ എന്തോ ഒരു സാധനം കഴിച്ചിട്ടുണ്ടെന്നാണ്, അത്രയും സ്ട്രോങ് ആയിട്ടാണ് ആ സമയത്ത് പുള്ളി ഇവിടെ നിന്നത്, കഴിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ ചെന്നപ്പോൾ ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു. അമ്മയുടെ പേരും പറഞ്ഞിട്ടായിരുന്നു അത്. അതായത് അമ്മയോട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടായിരുന്നു ആ തർക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം, ഇവിടെ നിൽക്കണ്ട. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അന്നേ ദിവസം രാത്രി പുള്ളി ഡോർ ലോക്ക് ചെയ്തു. ശ്രീധരന്റെ കാര്യം എടുത്തിട്ട് തർക്കം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി, കാരണം അന്ന് രാവിലെ അമ്മയായിട്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് എന്തോ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ആ സമയത്താണ് അത് ക്ലിക്കായത്. ഇതെന്തോ മോനെ, എന്തോ മകന്റെ മനസ്സിലേക്ക് അമ്മ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് രാഹുൽ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. അപ്പോ എന്തോ കാര്യമായിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതിന്റെ ആ ചുരുക്കിൽ വന്നിട്ട് ഈ സ്ത്രീധനം, അപ്പൊ സ്ത്രീധനം തന്നെയാണ് സ്ത്രീധനം. കാരണം ഇതിനു മുന്നേയും അമ്മ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു, സ്ത്രീധനം ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, ഇതിൽ കൂടുതൽ തരുന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അമ്മ അനിയത്തിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പൊ മാഡം ഒരു പരാതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും അയച്ചു കഴിഞ്ഞു, അതുപോലെ SP-ക്കും പരാതി കൊടുത്തു എന്നാണ് അറിയുന്നത്. എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നിങ്ങൾക്ക് നീതിയുക്തമല്ലാത്ത പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് മാഡം ആരോപിക്കാനുള്ള കാരണം എന്താണ്? നമ്മള് ഈ പ്രശ്നം നടന്ന അന്നേ ദിവസം തന്നെ, അതായത് ഒരു അടുക്കളകളിൽ, അതായത് ഈ പ്രശ്നം നടന്ന് പുലർച്ചെയാണ് നമുക്ക് അടുക്കളകളിൽ ചടങ്ങുണ്ടായിരുന്നത്. അപ്പൊ അന്ന് എന്റെ ഫാമിലി ഇതൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിന്റ്സ് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ രാഹുലിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തിയിരുന്നു. പോലീസ് രാഹുലിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഹുലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് എന്റെ കഴുത്തില് ചാർജറിന്റെ കേബിൾ വെച്ച് മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് മെയിൻ അത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ന്യൂസ് ആ പരാതികളെല്ലാം അതിൽ നിന്നും അവര് സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ രീതിയിലല്ല, കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ CIയോട് എന്റെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഭാര്യ ഭർത്താവും തമ്മിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി ഉണ്ട്. നമ്മൾ പറഞ്ഞു പരാതി ഉണ്ട്, ഇത് കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ CI പറഞ്ഞത് ഇത് എന്താണ് കേസുള്ളത്, നിങ്ങൾക്കറിയാവുന്ന ഏത് കേസാണ് ഇതിലുള്ളത്, ആ കേസ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം എന്നുള്ളത്. അപ്പൊ നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ്, എന്തെങ്കിലും കേസ് ഉണ്ടോ ഇതിന്, അങ്ങനെ ആ കേസ് എടുക്കാലോ എന്നുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് CIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി. ഇടുക്കി ഇരട്ടയാറിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരട്ടയാർ ടൗണിന് സമീപം വീട്ടിലെ കിടപ്പുമുറിയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് സംശയം. കട്ടപ്പന പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചു. പോക്സോ കേസ് അതിജീവിതയാണ് മരിച്ചത്. ഇന്ന് 11 മണിക്ക് ശേഷമാണ് യുവതിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തിൽ ബെൽറ്റ് പോലുള്ളൊരു വസ്തുവും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കട മാറനല്ലൂരിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാറനല്ലൂർ കൂവളശ്ശേരി അപ്പു നിവാസിൽ ജയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപവാസിയാണ് ജയയെ കിടപ്പുമുറിയുടെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. മകൻ പോലീസ് കസ്റ്റഡിയിലാണ്. മാറനല്ലൂർ കൂവളശ്ശേരി അപ്പു നിവാസിൽ ജയയെ രാവിലെ 9:30 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപവാസി ഇവരെ തിരക്കി വന്നപ്പോൾ കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. ജയയുടെ മകൻ ബിജു എന്ന് വിളിക്കുന്ന അപ്പു ഈ സമയം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ വാർഡ് മെമ്പറെയും മാറനല്ലൂർ പോലീസിനെയും വിവരമറിയിച്ചു. അപ്പു സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കാറുണ്ട് എന്നും ജയയെ മർദ്ദിക്കാറുണ്ട് എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു.
ജയയെ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയം. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാരുടെ മൊഴി പോലീസ് ശേഖരിച്ചു വരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ബൈക്കിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് കൊല്ലത്ത് കൂട്ടത്തല്ല്. ദമ്പതികൾക്കും ദമ്പതികളെ മർദ്ദിക്കും തടയാനെത്തിയ ആൾക്കും പരിക്കേറ്റു. ഇടമുളയ്ക്കൽ തുമ്പിക്കുന്നിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു ആക്രമണം. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. ദമ്പതിമാരുടെ വീട് നിർമ്മാണത്തിനായി വെള്ളമെത്തിച്ച പിക്കപ്പ് വാഹനം റോഡിൽ നിർത്തിയിരിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ ബൈക്കിൽ അതുവഴിയെത്തിയ ഷാനവാസും റിയാസും പിക്കപ്പ് വാഹനം നിർത്തിയതിനാൽ കടന്നുപോകാൻ ഇടമില്ല എന്നാരോപിച്ച് തർക്കമുണ്ടാക്കി. വാക്തർക്കം പിന്നീട് ക്രൂര മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു. തടിക്കഷ്ണം ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. നിർമ്മാണ സ്ഥലത്തേക്ക് ചോറുമായി എത്തിയ അനി എന്ന ആൾ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതോടെ അദ്ദേഹത്തിനും മർദ്ദനമേറ്റു. മൽപിടുത്തത്തിനിടെ നിലത്ത് മറിഞ്ഞു വീണ ആഷിഖ് ഹുസൈനെ തടിക്കഷ്ണം കൊണ്ട് ക്രൂരമായാണ് ഷാനവാസ് അടിച്ചത്. ഷാനവാസ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. റിയാസിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദമ്പതിമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് നഗരത്തിൽ ദാരുണമായിട്ടുള്ളൊരു അപകടമുണ്ടായി. രോഗിയുമായി പോയ ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ചു കയറി. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. കാസർഗോഡ് സ്വർണ്ണപ്പണയ വായ്പാ തട്ടിപ്പിൽ CPM നേതാവിനെതിരെ കേസ്. അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ 4,76,00,000 രൂപയുടെ സ്വർണ്ണപ്പണയ വായ്പ എടുത്തു എന്ന പരാതിയിലാണ് കേസ്. സഹകരണ സംഘം സെക്രട്ടറി K. രതീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ആദൂർ പോലീസ് കേസെടുത്തു. ഇതിനിടെ രതീഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട്. ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിന്റെ ഭരണം CPMന് നഷ്ടമായി. കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ CPM അംഗങ്ങൾ തന്നെ പിന്തുണച്ചതാണ് ഭരണം നഷ്ടപ്പെടാൻ കാരണം. വിഭാഗീയ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടാണ് CPM അംഗങ്ങൾ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചത്. കുട്ടനാട്ടിൽ ഔദ്യോഗിക നേതൃത്വവുമായി കലഹിച്ച് CPM വിട്ട് നൂറുകണക്കിന് പ്രവർത്തകർ CPIയിൽ ചേർന്നതിന് പിന്നാലെയാണ് വിമതപക്ഷത്തെ ഒതുക്കാൻ CPM ജില്ലാ നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടുള്ള പുതിയ നീക്കം. 13 അംഗങ്ങളിൽ CPMന്റെ 9 അംഗ പ്രതിനിധികളുമായാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാമങ്കരി പഞ്ചായത്തിൽ പാർട്ടി അധികാരത്തിലേറിയത്. എന്നാൽ കഴിഞ്ഞ CPM സമ്മേളന കാലയളവ് മുതൽ ഔദ്യോഗിക പക്ഷം തങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ രാജേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള CPM വിമത നേതാക്കൾ ഉന്നയിച്ചിരുന്നു. പലതവണ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിനായി ജില്ലാ സെക്രട്ടറി R. നാസർ, സജി ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ല. CPM ആണ് പ്രത്യക്ഷത്തിൽ അധികാരത്തിലെങ്കിലും വിമതപക്ഷത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പഞ്ചായത്ത് ഭരണം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് അധികാരത്തിൽ കയറിയതിനാൽ തന്നെ നിയമം മൂലം രാജേന്ദ്രകുമാറിനും തനിക്കൊപ്പമുള്ള 5 അംഗങ്ങൾക്കും CPM വിട്ടുപോകാനോ CPIയിൽ പ്രവേശിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. 13 അംഗ പഞ്ചായത്തിൽ 4 CPM മെമ്പർമാരും 4 UDF അംഗങ്ങളും ചേർന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാണ് വിമതപക്ഷത്തിനെതിരെ നീങ്ങിയത്. രാജേന്ദ്രകുമാറിനൊപ്പം 4 CPM അംഗങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി രാജേന്ദ്രകുമാർ പറഞ്ഞു. CPM ഉപേക്ഷിച്ച ആളെന്നുള്ള നിലയിൽ ആ നിലയിലുള്ള വിശദീകരണത്തിന് കാര്യമില്ല. ഇന്നത്തെ
അവിശ്വാസത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാരണം മാത്രം. അതേസമയം കോൺഗ്രസുമായി ചേർന്നുള്ള നീക്കം CPMന്റെ അവസരവാദ സമീപനമാണെന്നും CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് വിമർശിച്ചു. കേവലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി മുന്നണിയെ തള്ളിയത് ജനം വിലയിരുത്തുമെന്നും പ്രസ്താവനയിലൂടെ അദ്ദേഹം അറിയിച്ചു. ഉൾപാർട്ടി പോരിന്റെ ഭാഗമായി 25 വർഷമായി CPM ഭരിക്കുന്ന പഞ്ചായത്തിലാണ് അസാധാരണമായ രീതിയിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾക്കെതിരെ തന്നെയുള്ള കുട്ടനാട്ടിലെ ഔദ്യോഗിക CPM പക്ഷത്തിന്റെ നീക്കം. ന്യൂസ് 18 ആലപ്പുഴ. ആവേശം സിനിമാ മോഡൽ പാർട്ടി നടത്തി ഗുണ്ടാത്തലവൻ. 4 കൊലപാതക കേസുകളിലടക്കം പ്രതിയാണ് ഗുണ്ടാത്തലവനായിട്ടുള്ള അനൂപ് ഇത്തരത്തിൽ പാർട്ടി നടത്തിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിച്ചത്. കൊടും ക്രിമിനലുകളടക്കം 60ഓളം പേർ പാർട്ടിയിൽ പങ്കെടുത്തു. തൃശ്ശൂരിലായിരുന്നു ഈ ആഘോഷം. ഇനി ചില രാജ്യാന്തര വാർത്തകൾ കാണാം. നമസ്കാരം, അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കായി യമനിലെ ഹൂതികൾക്ക് ആയുധ കൈമാറ്റം നിർത്താൻ ഇറാനോട് US. ചെങ്കടലിലും മറ്റിടങ്ങളിലും കപ്പലുകളിൽ ആക്രമണം നടത്താൻ യമനിലെ ഹൂതി വിമതർക്ക് ആയുധങ്ങൾ കൈമാറുന്നത് നിർത്താൻ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യമനിലെ ആഭ്യന്തര യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ പിന്നോട്ട് പോകണമെന്നും US ഡെപ്യൂട്ടി അംബാസിഡർ റോബർട്ട് വുഡ് UN സുരക്ഷാ കൗൺസിലിനോട് പറഞ്ഞു. UN ഉപരോധം ലംഘിച്ച് ഹൂതികൾക്ക് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇറാൻ നൽകുന്നുണ്ട് എന്നതിന് വിപുലമായ തെളിവുകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്തോനേഷ്യയിൽ മിന്നൽ പ്രളയ ദുരിതം തുടരുന്നു. മരണസംഖ്യ 50 കവിഞ്ഞു. ഇന്തോനേഷ്യയിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 50 കടന്നു. 27 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. മണിക്കൂറുകൾ നീണ്ട മഴ സൃഷ്ടിച്ച വെള്ളപ്പൊക്കത്തിനൊപ്പം മറാപ്പി അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചെളിയും തണുത്ത ലാവയും പടർന്നിട്ടുള്ള സാഹചര്യമാണിപ്പോൾ. മരണസംഖ്യയും നാശനഷ്ടവും കൂടാനാണ് സാധ്യത എന്നാണ് വിവരം. പുഴകളിൽ വെള്ളപ്പൊക്കവും പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മഴയത്ത് അഗ്നിപർവ്വതത്തിന്റെ ചെരുവുകളിൽ ഒഴുകുന്ന പദാർത്ഥങ്ങളുടെയും ഉരുളൻ കല്ലുകളുടെയും മിശ്രിതമായ ലാഹാർ എന്നറിയപ്പെടുന്ന തണുത്ത ലാവാ പ്രവാഹമാണ് ദുരന്ത കാരണം. റഷ്യയുടെ മുന്നേറ്റങ്ങൾക്കെതിരായ കീവിന്റെ പോരാട്ടത്തിന് US പിന്തുണ അറിയിക്കാൻ ബ്ലിങ്കൻ ഉക്രൈനിൽ. വർദ്ധിച്ചുവരുന്ന തീവ്രമായ റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈനിന് അമേരിക്കൻ പിന്തുണയുണ്ടെന്ന് ഉറപ്പ് നൽകുന്നതിനായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കീവിലെത്തി. ഉക്രൈനിന് $60 ബില്യൺ ദീർഘകാല വിദേശ സഹായ പാക്കേജിന് കോൺഗ്രസ് അംഗീകാരം നൽകി. 1 മാസത്തിനുള്ളിലാണ് ബ്ലിങ്കന്റെ ഈ സന്ദർശനം. പ്രസിഡന്റ് ജോ ബൈഡൻ സഹായ പാക്കേജിൽ ഒപ്പുവച്ചതിനു ശേഷം ഭരണകൂടം ഇതിനകം തന്നെ $1.4 ബില്യൺ ഹ്രസ്വകാല സൈനിക സഹായവും $6 ബില്യൺ ദീർഘകാല പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഫേൽ UN ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം. UN ജീവനക്കാരന്റെ മരണം ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിച്ചു. റഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ UN ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായും മറ്റൊരാൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമായി പ്രവർത്തിച്ച ഒരു മുൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണെന്നാണ് പ്രാഥമിക വിവരം. ഉദ്യോഗസ്ഥന്റെ ഐഡന്റിറ്റി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധ്യഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ബോംബാക്രമണം. മധ്യഗാസയിൽ നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബേറിൽ കുട്ടികളടക്കം 14 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. 7 മാസത്തിലേറെയായി നടക്കുന്ന യുദ്ധത്തിൽ ഗാസ മുനമ്പിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 35,000 കവിഞ്ഞു. 78,827 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മരണസംഖ്യ 1,139 ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടി. ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയ്ക്ക്. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ ഷാഹിദ് ബെഹ്ഷദി തുറമുഖ ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും കരാർ ഒപ്പിട്ടു. 10 വർഷത്തേക്കാണ് ഇന്ത്യക്ക് ചുമതല. ആദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകമാകുമെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച ഇന്ത്യയുടെ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാർ ഒപ്പിട്ടത്. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,655, പവന് 53,240.
18 കാരറ്റ് സ്വർണം ഗ്രാമിന് 5560, പവന് 44,480. വെള്ളി ഗ്രാമിന് 91, കിലോയ്ക്ക് 91,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗവി പോലുള്ള മേഖലകളിലൊക്കെ അത്തരത്തിലുള്ള ഒരു